ഈ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ആക്റ്റീവാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ നിങ്ങൾ നോക്കി കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത് ഹണി റോസിൻ്റെ വിഷയമാണല്ലോ. അപ്പം ഇപ്പം ഞാനൊക്കെ തന്നെയാണെങ്കിലും ഒരു ഇച്ചിരി നമുക്ക് നെഞ്ചിറക്കുള്ളതോ മുട്ടില്ല അവിടെ വരെയുള്ളൊക്കെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കങ്ങനെ മോശം കമൻസും അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഹണി റോസിന് കോസ്റ്റ്യൂം തയ്ച്ചു കൊടുക്കുന്ന ചേട്ടൻ എൻ്റെ നല്ല സുഹൃത്താണ്. പുള്ളിക്കാരന് ഞാനിങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നെ പാതിരാത്രി വിളിച്ച് വഴക്ക് പറഞ്ഞു, അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഹണി റോസ് ഇടുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് വലിയ വൃത്തികേടും ഉള്ള ഡ്രസ്സും ആയിരുന്നില്ല അത്. അപ്പം ഇച്ചിരി കഴുത്തിങ്ങനെ ഇറങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഇടണ്ട, ഹണി റോസ് ഇട്ടോട്ടെ, ഹണി റോസിന് അപ്പം എന്ത് ഇടാന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം ഹണി റോസിൻ്റെ ഫാമിലിക്കാണെങ്കിലും അവരങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടം. നമ്മളിപ്പോൾ ഒരു റീലൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തു. ഇതിനു മുമ്പ് ഒരു സാരി ഉടുത്തിട്ട് ഒരു റീല് പോസ്റ്റ് ചെയ്തു. ആ സാരി ഉടുത്ത റീലിൽ സത്യം പറഞ്ഞാൽ ആരും എൻ്റെ ഫേസ് ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ വയറിൻ്റെ കുറച്ച് ഭാഗം കണ്ടിട്ട് അവിടെ അതിനെക്കുറിച്ചിട്ടുള്ള പലപ്പോഴും ആൾക്കാർ ഒബ്ജക്റ്റിഫൈ ചെയ്യാറാണ് പെണ്ണുങ്ങളെ. ലൈക്ക് ഒരു പെണ്ണുങ്ങൾ അങ്ങനെ ഭയങ്കര ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ ആണെന്നുള്ള രീതിയിലാണ് കമൻറ്റും അല്ലെങ്കിൽ അങ്ങനെ നോക്കി കാണുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു വസ്തുവാണ് പെണ്ണ്, അല്ലെങ്കിൽ എന്തും പറയാൻ പറ്റുന്നതാണ് പെണ്ണുങ്ങൾ, അങ്ങനത്തെ രീതിയിൽ നോക്കി കാണാൻ തോന്നിയിട്ടുണ്ടോ? ചില ആൾക്കാരേ ഉള്ളൂ അങ്ങനെ. പിന്നെ കൂടുതൽ ഫേക്ക് ഐ ഡി എന്നാണ് നമുക്ക് അങ്ങനെ ഇത് വരുന്നത്. അപ്പം ഒരു പെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ടല്ല ഒരാളെ വിലയിരുത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെയൊക്കെ അല്ലാതെ ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ട്രൗസറൊക്കെ ഇട്ടുണ്ട് റോഡിൽ കൂടി നടക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പം സാരി ഉടുത്തുണ്ട് മാന്യമായിട്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ നടക്കുന്ന എത്രയോ പേര് മോശക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് അവനവന് ഇഷ്ടമുള്ളത് ഇടാം. പക്ഷെ അത് നമ്മൾ കുറച്ച് വൾഗറായിട്ടാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ മോശം പറയും. അതും കൂടി അത് പറയാനുള്ള അധികാരം അവർക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ലൈക്ക് അങ്ങനെ ഇപ്പം ആൾക്കാർ ചുമ്മാ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്വാതന്ത്ര്യം നമ്മുടെ ആണെങ്കിൽ പോലും ആൾക്കാരത് ചുമ്മാ ചൂഷണം ചെയ്യുവാണ്. അവർക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാരണം തന്നെ അവർക്ക് പറയാനുള്ളത് തോന്നിയ പോലെ പറയുക എന്ന് തോന്നിയിട്ടുണ്ടോ? അവർക്ക് അധികാരമില്ലെങ്കിൽ പോലും. അത് ഇപ്പൊ താൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനുള്ളത്, നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്തായിട്ടാണ് എന്നുള്ളത്. ഇപ്പം താൻ എൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ, ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് വന്നേക്കണ ഡ്രസ്സ് ഞാൻ ഇച്ചിരി മോഡലായിട്ടാണ് നടക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനായാൽ മാത്രമേ, ഒരാൾ വ്യത്യസ്തനാണെങ്കിൽ അയാൾ തന്നെ തീരുമാനിക്കും. ഇപ്പം എൻ്റെ ഈ കോലും ഇതൊക്കെ കാണാൻ നേരത്ത്, ഞാൻ മെട്രോയിൽ കയറാൻ നേരത്ത് ചില ആൾക്കാർ അന്യഗ്രഹ ജീവനെ കാണുന്ന പോലെ നോക്കണം. ഇത് ഇട്ടുണ്ട് കിടക്കണേ നമുക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും വേണം കേട്ടോ. എന്ന് വെച്ചാൽ കൊച്ചിയുടേതായ ഒരു സ്റ്റൈലുണ്ട്. കൊച്ചിക്കാര ആ ഒരു ലെവലിലാണ്, ഒരു മോഡലായിട്ട് കൊച്ചിക്കാർ കിടക്കും. അതായത് പണിക്ക് പോയില്ലെങ്കിലും വീട്ടിൽ നിന്ന് ജീൻസ് ഇടാണ്ടിറങ്ങില്ല കൊച്ചിക്കാർ, അത് വേറെ കളാം. മനസ്സിലായോ? അപ്പൊ ചില കാര്യങ്ങളിൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സത്യത്തിൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാരും തെറി പറയണ വ്യക്തികളൊക്കെ ഉണ്ടാവില്ല. ഞാൻ അവരെയൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ അമ്പലപ്പറമ്പുകളിൽ ഉത്സവം നടക്കുന്ന നേരത്ത് ഈ ഗാനമേള നടക്കാറില്ലേ, ആ ഗാനമേള ടൈമിന് എങ്ങനെ വന്നിട്ട് എങ്ങനെ മനോഹരമായിട്ട് ഗാനം പാടിയാലും ചില ആൾക്കാർ ഇങ്ങനെ എന്നിട്ട് കൂ എന്നും പറഞ്ഞ് കൂവിക്കൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂവാൻ മാത്രം അറിയാം. മനസ്സിലായ? ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ത് കാണിച്ചാലും ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. കൂകണ വ്യക്തികളോടൊന്ന് സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കുക, അല്ലെങ്കിൽ 10 ഡയലോഗ് പറയാനോ ഈ പറയുന്ന വ്യക്തികളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഞാനെന്ന വ്യക്തി കാണുന്നത്. പുറമേ നിന്ന് പൊതുജനത്തിനെ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് നമ്മുടെ. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വിലയിരുത്തുന്ന സമയത്ത് ബിനി പറഞ്ഞ പോലെ പലപ്പോഴും സ്ത്രീകൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് പലരും കമൻസ് ഇടാറ്. ഇപ്പോൾ കുറച്ച് എക്സ്പോസിങ് അല്ലാത്ത പോലും ഡീസൻ്റ് ആയിട്ട് ഡ്രസ്സ് ഇട്ടാലും എന്ത് നോർമലായിട്ടാലും അതിന് ടാർഗറ്റ് ചെയ്ത് മാത്രം കമന്റ് ഇടുന്നവരും പ്രതികരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അങ്ങനെ കുറെ അനുഭവങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഹണി റോസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ കുറെ രീതിയിലുള്ള ഒരു കമന്റ്സ് പറഞ്ഞുകൊണ്ടാണ് ആളും പ്രതികരിച്ചത്.
അപ്പൊ ആ ഒരു മനോഭാവം ശരിക്കും മാറ്റേണ്ടത് ആൾക്കാർ തന്നെ അല്ലേ? ഒരു സ്ത്രീ എന്ന നിലയിൽ എന്താണ് ബിനിക്ക് പറയാനുള്ളത്? സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇവരിങ്ങനെ പറയുന്നതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സുഖം കിട്ടണമെന്ന് നമുക്കറിയില്ല. പിന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും അവരുടെ സമയം, വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ആ കമൻസ് മൊത്തം ഇടുന്നത് അവർ. അപ്പോൾ നമ്മൾ അത് പക്ഷേ തുണി ഇച്ചിരി കുറവുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ കമൻസ് ഇടുള്ളൂ. ഇപ്പം ഞാൻ മൂടി പൊതച്ചൊരു ഇതാണെങ്കിലില്ലേ, എനിക്ക് ചിലപ്പോൾ കമൻസും ലൈക്കും ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ലൈക്കും ഈ ഫോളോവേഴ്സും കമൻ്റ് ഇടുന്നവരാരും എൻ്റെ വീട്ടിൽ അരി വാങ്ങിച്ചേർത്തില്ല. ഞാൻ തന്നെ പണിയെടുത്താലാണ് കാര്യമുള്ളൂ. അപ്പം ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ബോറടിച്ചിരിക്കുമ്പോഴാണ് ഒരു റീൽ ചെയ്തിരുന്നത്. അല്ലാതെ എനിക്കതിനകത്ത് വരുമാനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്കൊരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളാണ്, പുറത്തിട്ടിട്ടില്ല. പിന്നെ നമുക്കൊരു ക്യാരക്ടർ അങ്ങനത്തെ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് പോരെ, അഭിനയിക്കേണ്ട കാര്യമില്ല. പിന്നെ ബോച്ചെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ബോച്ചെ സാറിനെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് കാണാനായിട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നോട് മാന്യമായിട്ടുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചേക്കുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കുമല്ലോ. അത് നമ്മൾ അപ്പം പ്രതികരിക്കണം. ഞാൻ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പ്രതികരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. പക്ഷെ ചില ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ ഇങ്ങനെ പറയുമ്പോൾ ചിലവർക്ക് എല്ലാവർക്കും അതേപോലെ പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ആ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായേക്കാം. അപ്പൊ അത് കഴിഞ്ഞു അവർക്ക് പിന്നെ വീണ്ടും അറ്റാക്കുകൾ നേരിട്ടോണ്ടാണോ ഈ പ്രതികരിച്ചത് ആയിക്കോട്ടെ. കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാൻ പറ്റില്ല. പേഴ്സണലായിട്ട് വേറെ എന്തെങ്കിലും അല്ല, സത്യത്തിൽ ഇതില് ഞാൻ പച്ചക്ക് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ് ഈ കുമ്പളങ്ങിക്കാരൻ. അതായത് ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോച്ച ഹണി റോസ് വിഷയത്തിൽ ശരിക്കും കേരള ലോട്ടറിയുടെ നറുക്കെടുപ്പ് പോലെ പോയി. ഞാൻ അങ്ങനെ പറയുള്ളൂ. അതായത് ഈ ഓണം ബമ്പർ, കേരള ബമ്പർ നറുക്കെടുക്കണത് ഓണത്തിനാണ് നറുക്കെടുക്കണത്? ഇല്ലല്ലോ. ഓണവും കഴിഞ്ഞ് വിഷു എല്ലാ സംക്രാന്തിയും എല്ലാം കഴിഞ്ഞ് പിരിക്കാവുന്ന മാക്സിമം പിരിച്ചു കഴിഞ്ഞിട്ടാണ് ഓണം ബമ്പർ നറുക്കെടുക്കുന്നത്. അതായത് ഞാൻ ചുരുക്കി പറഞ്ഞു വന്നത്, ഹണി റോസിന് അങ്ങനെ ഒരു പരാതി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ 2 മാസത്തോളം കാത്തു നിന്നു? ഇവിടെ എന്താണ് നടക്കുന്നത്? സത്യത്തിൽ ഒരു മനുഷ്യനാ, അതായത് ബോച്ചനെ നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് ബോച്ച എന്ന ഒരു മനുഷ്യനാ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതായത് മോളെ നീ കണ്ടിട്ടില്ലേ, ഒരു വീഡിയോ കണ്ടിട്ടില്ലേ? അതായത് ബോച്ച ഒരു കടപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് ലൈക്ക് അടിച്ച ആൾക്കാർ. കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലൊരു സുന്നത്ത് കല്യാണം നടക്കും. ഒരു ചെക്കൻ്റെ സുന്നത്ത് കല്യാണം, മുസ്ലിങ്ങളുടെ ഒരു ചടങ്ങാണ്. പുള്ളിക്കാരൻ എന്താ ചെയ്തത്? ആ കുടുംബത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക, ആ ഗൃഹനാഥനെ കെട്ടിപ്പിടിച്ച് ആശംസകൾ അറിയിച്ച് ആ കുടുംബത്തിൽ, ആ പെണ്ണുങ്ങളുടെ കൂടെയും കുടുംബത്തിൽ ഒരു നാഥനായി മാറി. ഒരാളെ പോലെയാണ് ബോച്ചയുടെ വഴിയൊക്കെ. എന്നിട്ട് ആ ചെക്കൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഇദ്ദേഹത്തിന് പറ്റുന്നത് കോമഡി എന്ന് വെച്ചാൽ തുറന്ന മനസ്സാണ്, ഉള്ളിലൊന്നും ഒതുക്കി വെക്കാറില്ല. പക്ഷെ കോമഡികൾ പുള്ളിനെ ഇഷ്ടപ്പെടണമെന്നും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ചായ കുടിച്ചിട്ട് പോകുന്ന പറയപ്പോ ഇയാള് കോമഡിയായിട്ട് ചായ തന്നെ പറഞ്ഞുവിടാൻ നോക്കണ്ട, ഞാൻ ബിരിയാണിയും കഴിച്ചിട്ടേ പോളെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് ബിരിയാണിയും കഴിച്ചിട്ടാണ് പോകുന്ന മനുഷ്യനാണ്. എന്തോരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് സങ്കടമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മൂത്ത ചേട്ടന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതായത് ഈ മനുഷ്യനെയൊക്കെ പിടിച്ചിട്ട് ഈ ഒരു വിഷയം വീർപ്പിച്ചിട്ട് 15 ദിവസം ആ മനുഷ്യനെ ജയിലിൽ അടച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.